ഇടുക്കി ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഓഫീസ് സമയം പൂർത്തിയാകും മുമ്പ് വീട്ടിൽ പോകുന്നതായി പരാതി. ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഉച്ചയൂണ് കഴിഞ്ഞ ഉടനെ സ്ഥലം വിടുന്നത്. ഇക്കാരണത്താൽ ഉച്ചയ്ക്ക് ശേഷം പ്ലാനിംഗ് ഓഫീസിലെത്തുന്ന സാധാരണക്കാർ ആളില്ലാ കസേരകൾ കണ്ട് മടങ്ങുകയാണ് പതിവെന്നും ആരോപണമുണ്ട്. ത്രിതല പഞ്ചായത്തുകളുടെയും കേന്ദ്ര സർക്കാരിന്റെയും വിവിധ പദ്ധതികൾ നടപ്പാക്കുന്ന ജില്ലാ പ്ലാനിംഗ് ഓഫീസിലാണ് 2 വനിതാ ജീവനക്കാർ തന്നിഷ്ടപ്രകാരം പെരുമാറുന്നത്. രാവിലെ വൈകിയെത്തുന്ന 2 ജീവനക്കാരും 3 മണിയോടെ ബസ്സിൽ കയറി വീട്ടിൽ പോകുന്ന ദൃശ്യങ്ങൾ കാണുക. കഴിഞ്ഞ ഒരാഴ്ചയായി ഇടുക്കി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്ന് ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണിവ. ഇത് സംബന്ധിച്ച് ഇവരോട് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ഏറെ രസകരമാണ്. എറണാകുളത്താണ് വീടെന്നും അതിനാലാണ് നേരത്തെ പോകുന്നതെന്നും ഇവർ പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ രാവിലെ 10 മുതൽ 5 വരെ ജോലി ചെയ്യണമെന്ന നിയമം കാറ്റിൽ പറത്തിയാണ് ഇവരുടെ നടപടി. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കണമെന്ന സർവീസ് ചട്ടവും ഇവർ ലംഘിക്കുന്നതായി ആക്ഷേപമുണ്ട്. എറണാകുളത്തും കൂത്താട്ടുകുളത്തുമാണ് ഇവരുടെ വീടുകൾ. എല്ലാ ദിവസവും ഇവർ പോയി വരികയാണെന്ന് പറയുന്നത്. ആഴ്ചയിൽ 3 ദിവസം ഇവർ ഓഫീസിൽ വരാറുള്ളൂ. ഈ 3 ദിവസം വരുമ്പോഴും അവര് 11 മണിക്ക് വരുന്നു, 2 മണിക്ക് പോകുന്നു. ഒന്ന് MP-യുടെ സ്പെഷ്യൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സെക്ഷനാണ്. 2 ഈ ജില്ലയിലെ മൊത്തം പ്ലാനിങ്ങിൽ വരുന്ന ഇതിന്റെ മൊത്തം സൂപ്പർവിഷനും ബില്ലും പരിശോധിക്കേണ്ട ആളാണ്. എങ്ങനെ നമ്മുടെ ജില്ലയിലെ കാര്യങ്ങൾ നടക്കും? ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അഗസ്റ്റിൻ പറഞ്ഞു. ഞങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഓഫീസിൽ ചെന്നപ്പോൾ അവിടുത്തെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് ഇതിനെ ഒരു അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് പറയാൻ ഈ അവസരം. ചെറുതോണിയിൽ നിന്നും ടിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.